തലവേദനയ്ക്ക് ഒരു 101 കാരണങ്ങളുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ എല്ലാ കാരണങ്ങളും പറയാൻ പറ്റില്ല, പക്ഷേ ജനങ്ങളുടെ അറിവിലേക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ. അപ്പം അത് പ്രത്യേകിച്ചും ക്രേനിയൽ കോസ്, നമ്മൾ തലയോട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തലയോട്ടിക്ക് അകത്തുള്ളത്, തലയോട്ടിക്ക് പുറത്തുള്ളത്, പിന്നുള്ളത് മിസലീനിയസ്, ഇതിലൊന്നും പെടാത്ത കുറേ കാരണങ്ങളുണ്ട്. സൈക്കോജനിക്ക്, മാനസികമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ തലവേദനയുണ്ട്. പിന്നുള്ളത് BP കൂടിയിട്ട് ഹൈപ്പർടെൻസീവായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകുന്ന തലവേദന. അതിൽ ഈ ക്രേനിയൽ കോസസ് എന്നൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം അത് പിന്നെ നമുക്ക് കുറേ ഏത് അവയവം എടുത്തു കഴിഞ്ഞാൽ അത് മസിൽസ് ഉണ്ടാവും, നെർവ്സ് ഉണ്ടാവും, രക്തക്കൊഴലുകളുണ്ട്, ബ്ലഡ് വെസൽസ്, വെയിൻസും ആർട്ടറീസും. അപ്പം ഇതിൻ്റെയൊക്കെ വീക്കം കൊണ്ട് ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഇഞ്ചുറിയും കൊണ്ടും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ ക്രേനിയൽ കോസിനകത്ത് വരുന്ന തലവേദനയുടെ കാരണമാകാറുണ്ട്. പ്രത്യേകിച്ചും ടെമ്പറൽ ആർട്ടറി, അത് നമ്മുടെ തലയോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുള്ള ഒരു രക്തക്കുഴലാണ്. അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ, പിന്നെ പ്രഷർ കൂടിയിട്ടുണ്ടാകുന്നു, കുറഞ്ഞിട്ടുണ്ടാകുന്നു, ഒക്കെ തലവേദനയ്ക്ക് കാരണമാകാറുണ്ട്. പിന്നുള്ളത് നമ്മുടെ 5th നെർവാണ്, ട്രൈജിമിനൽ നെർവ് എന്ന് പറയുന്നത്. ആ നെർവ് പലപ്പോഴും ഈ പറഞ്ഞ വൺ സൈഡഡ് ഹെഡേക്കിനൊരു പ്രധാന കാരണമാണ്. പിന്നുള്ളത് എക്സ്ട്രാ ക്രേനിയലാണ്. എക്സ്ട്രാ ക്രേനിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ക്, സർവൈക്കൽ ഡിസ്ക് സ്പോണ്ടൈലൈറ്റിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. മറ്റ് ജോയിൻസ്, ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ്, അതല്ലെങ്കിൽ കഴുത്തിലെ മറ്റ് ജോയിൻസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്നത് വേദന വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഒക്കുലാർ കോസ്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട്, കണ്ണിൻ്റെ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട്, കണ്ണിൻ്റെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാം. സൈനസ്, മാക്സിലറി സൈനസ് ഉണ്ട്, ഫ്രോണൽ സൈനസ് ഉണ്ട്, എത്തുമോഡി സൈനസ് ഉണ്ട്. ഈ സൈനസുകളുടെയൊക്കെ വീക്കം, അതിനകത്ത് പഴുപ്പ്, മ്യൂക്കസ് നിറയുന്നു, അത് പസ്സാകുന്നു, പസ് നിറഞ്ഞിട്ട് വരാവുന്ന സൈനസൈറ്റിസ് ഒരു പ്രധാന കാരണമാണ്. പിന്നെയുള്ള ഓറൽ കോസാണ്, നമ്മുടെ വായുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ ഡെൻ്റൽ കോസ്, പല്ലുമായിട്ട് ബന്ധപ്പെട്ടും ഈ പലപ്പോഴും ഈ തലവേദന വരാറുണ്ട്. ഇനി ഇൻട്രാക്രേനിയൽ, അതായത് തലയോട്ടിക്ക് അകത്തുള്ള സ്ട്രക്ചർ നമുക്കറിയാം ബ്രെയിനാണ്. അതിനകത്ത് ഇഞ്ചുറി ഉണ്ടാകാം, ബ്ലീഡിങ് ഉണ്ടാകാം. ഹെമറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻട്രാക്രേനിയൽ ഹെമറേജ് ഒരു പ്രധാന കാരണമാണ്. സ്ട്രോക്ക്, പ്രത്യേകിച്ചും നമുക്കറിയാം കട്ട പിടിച്ച് വരുന്ന അവസ്ഥയിൽ, അതുപോലെ തന്നെ അതിനകത്തുള്ള സ്റ്റീനോസിസ്, രക്തം കുറഞ്ഞിട്ട് വരുന്ന അവസ്ഥയിലും വരാം. ചിലപ്പോൾ ട്യൂമേഴ്സ്, ചില മുഴകളായിരിക്കും ചിലപ്പം ശല്യം ചെയ്യുന്നത്, ചിലപ്പം അതല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കോസ്, തലച്ചോറിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അപ്പം മെനിഞ്ചൈറ്റിസും അങ്ങനെയുള്ള രീതിയിലുള്ള കാരണങ്ങളും ഉണ്ടാകാറുണ്ട്. സൈക്കോജനിക് എന്ന് പറയുമ്പം സ്ട്രെസ് കൊണ്ടുണ്ടാകാം, ഡിപ്രഷൻ കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന തലവേദന വേറൊരു കാരണമാണ്. പിന്നെ മിസലേനിയസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഹാങ് ഓവർ ഹെഡേക്ക് വരും. മോഷൻ സിക്നസ്, യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ഛർദിലും തലവേദനയും വരാറുണ്ട്. അതിന് മോഷൻ സിക്നസ് എന്ന് പറയുന്നത്. കോഫി കുടിക്കുന്നവർക്ക് കഫീൻ വിഡ്രോവൽ സിംറ്റമായിട്ട് നമുക്ക് ഗ്യാസ്ട്രിക് ഹെഡേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് തലവേദന വരാറുണ്ട്. ഓക്സിജൻ കുറഞ്ഞിട്ട് കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെയുള്ള മറ്റ് പിന്നെ വായു, അതായത് നമ്മുടെ ഓക്സിജൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന തലവേദന, അതായത് ഹൈപ്പോക്സിയ കൊണ്ട് വരുന്ന തലവേദന വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ്, കോൾഡ് കൂടിയാലും അല്ലെങ്കിൽ ചൂട് കൂടിയാലും ചിലപ്പോൾ തലവേദന ഉണ്ടാവും. സൺ ഹെഡേക്ക് ഉണ്ട്, വെയിലടിച്ച് കഴിഞ്ഞാൽ തലവേദന വരും, ലൈറ്റ് കൂടുതലടിച്ചിട്ട് കഴിഞ്ഞാൽ തലവേദന വരും. ഹോർമോൺസ് ഇംബാലൻസ് കൊണ്ട് പലപ്പോഴും പീരീഡ് സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ അതിന് ശേഷമോ ഒക്കെ തലവേദന വരാറുണ്ട്. പിന്നെയുള്ള ഹൈപ്പർടെൻഷൻ കൊണ്ടുണ്ടാകുന്ന തലവേദനയാണ്. BP കൂടിയിട്ടും കുറഞ്ഞിട്ടും വരുന്ന തലവേദനയും കാരണങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ കുറച്ച് കാരണങ്ങൾ മാത്രമാണ്. ഇത്രയും കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം. കാരണം പെട്ടെന്നൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കാം എന്ന് ചിന്തിക്കണം.